വെരി ഗുഡ് മോർണിംഗ്. എവിടെയാണ് സുനീഷ് ഇപ്പോൾ ഉള്ളത്? ഈ വൈദ്യുതി ചാർജ് വർധനവിനെ കുറിച്ച് നാട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? ഇന്നലെ പല വോക്സ് പോപ്പുകളിലും നാട്ടുകാരൊക്കെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും എന്നൊക്കെയാണ് നാട്ടുകാർ ചോദിക്കുന്നത്. സുനീഷ, അരുൺ, അതേ ചോദ്യമാണ് ഇവർക്കെല്ലാം ചോദിക്കാനുള്ളത്. ഞാൻ ഉള്ളത് തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിലാണ്. ഈ പറഞ്ഞതുപോലെ ഷോക്ക് അടിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഷോക്ക് അടിപ്പിച്ചു എന്നത് തന്നെയാണ് ഉത്തരം. പക്ഷേ സർക്കാർ പറയുന്നത് ഷോക്കിന്റെ തീവ്രത അത് കുറവല്ലേ എന്ന രീതിയിലാണ് വരുന്ന അഭിപ്രായങ്ങൾ. പക്ഷേ ഈ പറയുന്നത് പോലെ സാധാരണക്കാരനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. യൂണിറ്റിന് 16 പൈസയൊക്കെയാണ് കൂടിയിരിക്കുന്നത്. ഇവിടെ ചെങ്കൽച്ചൂളയില് പ്രശാന്തട്ടാ, ഈ നമ്മളിവിടെ വരുമ്പോ തന്നെ ഈ കറണ്ട് ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു? കാരണം ഇവിടെ ഈ എന്താ പറയുക, നമുക്കിപ്പോൾ ജീവിതമാർഗം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. ദിവസവേതനക്കാരായ നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ പച്ചക്കറി വാങ്ങിയാലും ഇപ്പൊ കറണ്ട് ബില്ലാണെങ്കിലും എല്ലാം നിത്യോപയോഗ സാധനങ്ങളെല്ലാം മൊത്തത്തിൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വില കയറ്റം നടത്തുന്നത്? ഇതാണോ ജനകീയ സർക്കാർ? ഈ എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കിട്ടാക്കടമായ 272 കോടി എഴുതള്ളിയെന്ന് പറഞ്ഞു. ഏത് വകുപ്പിലാണ് എഴുതള്ളിയ മന്ത്രി? എന്തിനാണ് എഴുതള്ളിയത്? ബാക്കിയുള്ള സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? കറണ്ട് സാധാരണ മുമ്പ് വന്നുകൊണ്ടിരുന്നത് ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോ 2 മീറ്റിംഗ് ഒക്കെ ഇവിടെ 2 ഡിസ്ട്രിക്റ്റിലായിട്ടൊക്കെ നടത്തി. അതിന് മുമ്പേ നമുക്ക് വന്നുകൊണ്ടിരുന്നത് സാധാരണ 410 അല്ലെങ്കിൽ ഒരു 510 ആ റേഞ്ചിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഈ വില കൂടുന്നതിന് മുമ്പേ. ഇപ്പൊ വരുന്നത് ആ സ്ഥാനത്ത് 810, 910 അല്ലെങ്കിൽ 950, 1100, 1500, 1300 ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത് ഏത് വകുപ്പിലാണെന്നുള്ളത് അറിയില്ല. മീറ്റർ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. കാശ് കൊടുത്ത് വാങ്ങി മീറ്ററിന് നമ്മൾ എല്ലാ മാസവും GST കൊടുക്കണം. പുറമെ അതിന് വാടക കൊടുക്കണം. ഏത് വകുപ്പിലാണ് ഇതൊക്കെ? ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മൾ സാധാരണക്കാരന് വേണ്ടി ആര് സംസാരിക്കുന്ന സർക്കാരാണെന്ന് പറഞ്ഞിട്ട് 2ാം വട്ടം തെരഞ്ഞെടുത്താണ്. അപ്പൊ അവര് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കമ്പനികളുടെ കടങ്ങളെല്ലാം കിട്ടാക്കടങ്ങളെല്ലാം മൊത്തം എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് സാധാരണക്കാരായ ഞങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാത്തത്? ഇവിടെ എന്താണ് പ്രൊഡക്ഷൻ ഉള്ളത്? ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ടോ? ഒന്നുമില്ല. ഏതാണുള്ളത്? കൃഷിയുണ്ടോ? ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സംരംഭത്തിന് ജീവിക്കാനുള്ള മാർഗം പറ്റുന്നുണ്ടോ? അതിനൊരു സപ്പോർട്ട് ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മളെല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടോ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വിലക്കയറ്റം എല്ലാം നമ്മൾ സഹിച്ചേ പറ്റൂ. അത് സാധാരണക്കാരന്റെ മാത്രമല്ല മാത്രം തലയിൽ അടിച്ചേൽപ്പിച്ചാൽ പോരാ, ബാക്കിയുള്ളവർക്കും കൂടി അത് ബാധകമാകണം. ഈ മുഖ്യമന്ത്രി കസേര ഇരുന്നുള്ള അല്ലെങ്കിൽ മന്ത്രി കസേര ഇരുന്നുകൊണ്ടും കമ്മീഷന്മാര് ഈ ഓരോ കമ്മീഷന്മാര് ഈ റെഗുലേറ്ററി കമ്മീഷൻ ഈ അവകാശപ്പെടുന്ന അവർ അംഗീകരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ 16 പൈസ കൂട്ടിക്കോ, നിങ്ങൾ 1 രൂപ കൂട്ടിക്കോ. അവരെന്ത് ബേസിലാണ് അവർ സംസാരിക്കുന്നത്? അവർ സാധാരണക്കാരന്റെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം സാധാരണക്കാരന്റെ നടു ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ല. കാരണം പച്ചക്കറി വാങ്ങണമെന്നുണ്ടെങ്കിൽ 1 കിലോ ഒരു 1/2 കിലോ വെണ്ടയ്ക്കോ പയറോ വാങ്ങണമെന്നുണ്ടെങ്കിൽ 35 രൂപ 40 രൂപ കൊടുക്കണം. 10 രൂപ കിട്ടിക്കൊണ്ടുന്ന സാധനമാണ്. ഇവിടെ എന്താണുള്ളത്? ശരി, വരുന്ന സാധനങ്ങളെല്ലാം വില കുറച്ചെങ്കിലും തരട്ടെ, അതുമില്ല. പിന്നെ ഇവരെന്താണ് ജനകീയ സർക്കാർ? ഈ വൈദ്യുതി നിരക്ക് സാധാരണക്കാരനായ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരനെയാണ്. ഇപ്പൊ ഈയിടയ്ക്ക് ഒരു വാർത്ത കേട്ടു, KSEB ജീവനക്കാരനാണ് സർക്കാർ ജീവനക്കാരുടെ ഈ ശമ്പളം കൂടുതൽ. നല്ലത് തന്നെയാണ്, റിസ്ക് ഉള്ളവർക്ക് കാശ് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ബാക്കി സാധാരണക്കാരന് എങ്ങനെയാണ് ഈ കാശ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ബുദ്ധിമുട്ട് താഴേക്കടയിൽ ഇറങ്ങി വന്ന് ഈ റെഗുലേറ്ററി കമ്മീഷനും ഈ മന്ത്രിമാരും ഒന്ന് അന്വേഷിക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതാണ് ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇവർ ഈ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ചേച്ചിയെ എങ്ങനെയാണ്? കാരണം ഷോക്ക് അടിപ്പിച്ചോ? ഷോക്ക് പിന്നെ അല്ലേ, ഞങ്ങൾ പാവങ്ങളല്ലേ, ഞങ്ങളടക്കുന്ന ഇത്രയും പൈസയൊക്കെ വാങ്ങിക്കാൻ നമുക്കതിന് കൊടുക്കാൻ നിവൃത്തിയില്ല. അതായത് ഞാനൊരു രോഗിയാണ്. എന്റെ മോൻ മാത്രം പാടുപെട്ടാണ് അവൻ കൊണ്ടുവന്ന് കഴിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ കറണ്ട് ബില്ല് ഇതൊക്കെ ഇങ്ങനെ വന്നാൽ നമ്മളെപ്പോലെ പാവങ്ങൾ എന്ത് ചെയ്യും? സാധനങ്ങൾക്കെല്ലാം വില കൂടുതൽ, ചാലയിൽ പോകാൻ നിവൃത്തിയില്ല. എല്ലാം ഓരോ സാധനം തൊടുമ്പോഴും എല്ലാം വില കൂടുതൽ. ഇവർ കറണ്ട് ഇതിങ്ങനെ ഓരോ പ്രാവശ്യം വരുന്ന ഓരോ ബില്ല് മാസത്തിൽ ഇങ്ങനെ കൂട്ടിക്കിട്ടുന്ന നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ എന്തോ ചെയ്യും? മിക്സിയും ഗ്രൈൻഡറും ഇതൊക്കെ ഉണ്ട്. മിക്സിയൊക്കെ ഉണ്ട്. നമ്മളത് ഒത്തിരി അരയ്ക്കാൻ മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ, അല്ലാതെ ഗ്രൈൻഡർ ഇല്ല. നമ്മൾ ആട്ടാനോ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആകെ ഒരു മിക്സി ഉണ്ട് കറക്കി ഇത്തിരി അരയ്ക്കാൻ. ആട്ടുകല്ലൊക്കെ കൊണ്ടുവരേണ്ടി വരുമോ വീണ്ടും? എന്തോന്നു തിരിച്ചു കൊണ്ടുവരേണ്ടി വരുമോ? കറണ്ട് ബില്ലൊക്കെ ഇങ്ങനെ കൂടിയാണ്. പിന്നെ അല്ലാതെ ആട്ടാൻ തിരിച്ചു കൊണ്ടുവരുമെന്നോ? കൊണ്ടുവരേണ്ടി, അതായത് ആട്ടുകല്ലൊക്കെ കൊണ്ടുവരേണ്ട. ആട്ടുകല്ലൊന്നും നമുക്ക് തിരിച്ചു ആട്ടുകല്ലെല്ലാം ഇനി കൊണ്ടുവന്ന് ആട്ടാനും കൂടെ നിവർത്തിയില്ലല്ലോ. ആട്ടാനും നമുക്ക് നിവർത്തിയില്ല. രോഗം പിടിച്ച നമുക്ക് എന്തോന്ന് ആട്ടാനും ചെയ്യും. നമ്മളെ പോലുള്ളവർ ഇങ്ങനെ വായി നോക്കി നമ്മുടെ മക്കൾ കൊണ്ടുവരുന്നതും കാത്തിരിക്കും. പിന്നെ സാധനം നമ്മളൊരു കൊച്ചു പാടുപെടുന്നതുകൊണ്ട് നമ്മളെ വീടെല്ലാം കഴിഞ്ഞു പോകുന്നു. അതുമല്ല നമുക്കതൊക്കെ എങ്ങനെ കറണ്ട് ബില്ലൊക്കെ എങ്ങനെ വരാറ് ഇപ്പൊ സാധാരണ? ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന 1000 രൂപ. ആകപ്പാടെ 2 ഫാനും ഉണ്ട്, ഒരു ഫ്രിഡ്ജും ഉണ്ട്. ഇതിനാണ് 1000 രൂപ വന്നിരിക്കുന്നത്. വീണ്ടും കൂടുന്നുള്ളതാണ് പ്രശ്നം. വീണ്ടും കൂടുമ്പോ ഇതിനൊക്കെ 1500 ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മളെ പോലുള്ള പാവങ്ങൾ എന്തോ ചെയ്യും?
വീട്ടിൽ ആഹാരം വെച്ച് നമുക്ക് കഴിക്കണ്ടേ, എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഇത് നമ്മുടെ മക്കൾ പാടുപെട്ട് ഒരു ദിവസം കൊണ്ടുവരുന്ന പൈസ ഇതുപോലെ പറക്കി പറക്കി വെച്ച് നമ്മളൊക്കെ പോലെയുള്ള ഒരു കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ. ഒരു സാധനം വാങ്ങിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെയാണ്, അതായത് സാധനങ്ങൾക്ക് വില കൂടുന്നു, കറണ്ട് ചാർജ് കൂടുന്നു, പക്ഷെ അതിനനുസരിച്ചുള്ള വേതനം ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം തുടക്കം നേരത്തെയുള്ള ഈ പണമൊക്കെ തന്നെ സംഭരിച്ചു വെച്ച് ഈ പറയുന്ന പച്ചക്കറിക്ക് വില കൂടുമ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്നു, കറണ്ട് ബില്ല് കൂടുമ്പോൾ അതിനനുസരിച്ച് കളയേണ്ടി വരുന്നു. അങ്ങനെയുള്ള വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇവർ പറയുന്ന പോലെ ഇപ്പൊ 1000-ഉം 500-ഉം ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോ 16 പൈസ കൂടുമ്പോൾ വീണ്ടും പൈസ കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. മുഴുവനായും ആളുകളോട് സംസാരിക്കും. ഒരുപക്ഷെ ഈ സർക്കാർ വന്നതിന് ശേഷം തന്നെ 5ാമത്തെ തവണയാണ് ഇത്തരത്തിൽ കറണ്ട് ബില്ല് കൂടുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ മിക്സി ഉപയോഗിക്കുന്ന, ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന, ഇനിയിപ്പോ ലൈറ്റ് ഇട്ടാൽ പോലും അതിനെ പേടിക്കേണ്ട വരുന്നു. അയ്യോ കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ളത്. ഇനി പച്ചക്കറി ഈ പാചകം ചെയ്യാനാണെങ്കിൽ പച്ചക്കറി വില കൂടുമോ എന്നുള്ളൊരു പേടി വരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പേടിയുള്ളതാണെന്നാണ് ഇവിടെ വീട്ടിലേക്ക് ഞങ്ങൾ മുന്നിൽ വന്ന് പറയാനുള്ള കുറെ ബുദ്ധിമുട്ടുകൾ. കൊള്ളാൻ പോകുന്നത് അടുത്ത ഏപ്രിലും കൂടി 12 പൈസ വരുമ്പോഴാണ്. സുനിഷ, ഞാൻ ഈ സുനിഷ കുഴപ്പിക്കുന്നൊരു ചോദ്യം ചോദിക്കട്ടെ. സാധാരണ പലരോടും ചോദിച്ച് എനിക്ക് ഉത്തരം കിട്ടിയില്ല. സുനിഷയുടെ വീട്ടിൽ എത്ര യൂണിറ്റ് കറണ്ടാണ് ഉപയോഗിക്കുന്നത്? അരുൺ, സത്യം പറഞ്ഞ ഞാൻ വീട്ടിൽ പോകുന്നത് ഒരുപക്ഷെ മാസത്തിൽ 4-5 തവണയാണ്. അതുകൊണ്ട് വീട്ടിൽ പോകുന്ന ആളുകൾ പലപ്പോഴും യൂണിറ്റ് നോക്കാറില്ല സുനിഷ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. വീട്ടിലുള്ളവർ പോലും ഈ യൂണിറ്റ് പലപ്പോഴും നോക്കാറില്ല. പലപ്പോഴും വരുന്ന പൈസ മാത്രമാണ് നോക്കുക. 350 രൂപ, 400 രൂപ, 800 രൂപ, ആ രീതിയിൽ പൈസ അടയ്ക്കലാണ് പതിവ്. യൂണിറ്റ് നോക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. താങ്ക് യു സുനിഷ.